ആദ്യം വിധവകൾക്ക് സ്വയം തൊഴിലിന് വായ്പ നൽകുന്നുവെന്നായിരുന്നു പ്രചാരണം. പെരുമ്പാവൂർ ആസ്ഥാനമായ വിഡോ വെൽഫെയർ സൊസൈറ്റി എന്ന സംഘടന മുൻകൈയെടുത്താണ് പണപ്പിരിവ് നടത്തിയത്. പിന്നീട് വിധവകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് മുഴുവൻ 1 ലക്ഷം രൂപ വായ്പ നൽകുമെന്നായി വാഗ്ദാനം. അങ്ങനെ 300ഓളം സ്ത്രീകൾ 500 മുതൽ 1000 രൂപ വരെ പണമടച്ചു. പക്ഷേ ആർക്കും വായ്പ കിട്ടിയില്ല. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ലോൺ ഈ സംഘടന വഴി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിന് യാതൊരു അവർ ഇൻസ്ട്രക്ഷൻസ് ഒന്നും വച്ചിട്ടില്ല, പ്രായപരിധിയോ ഒന്നും പറഞ്ഞില്ല. 1 മാസം അവർ അവധി പറഞ്ഞത്. ഏപ്രിൽ പൈസ അടച്ച മെയ് 27-ാം തീയതിക്കുള്ളിൽ ലോൺ കൊടുക്കുമെന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ ഉറപ്പ് പറഞ്ഞ സംഘടനയാണ് അവർ. നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് പണം അടച്ചവരിൽ നല്ലൊരു ശതമാനവും. 3-4 ദിവസത്തെ കൂലിയാണ് ദിവസക്കൂലിക്ക് ജോലിയെടുക്കുന്നവർ നൽകിയത്. 600 രൂപ കൊടുത്തു. ആദ്യം അവർ പറഞ്ഞത് ഈ വിധവകൾക്ക് മാത്രമുള്ളെന്നാണ് പറഞ്ഞത്, ഞങ്ങളെയൊക്കെ ചേർത്തിട്ട്. പിന്നെ അത് പറഞ്ഞാൽ എല്ലാവർക്കും തരാം. എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ളവരാണ് പറ്റിപ്പിന് ഇരയായത്. വഞ്ചിതരായവർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. അതേസമയം പൊതുപ്രവർത്തകനായ റെനീഷ് പേരാമ്പ്ര എന്ന വ്യക്തിയാണ് വായ്പ വാഗ്ദാനം ചെയ്തതെന്നും ഇദ്ദേഹത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പണപ്പിരിവ് നടത്തിയ വിഡോ വെൽഫെയർ സൊസൈറ്റി ഭാരവാഹി മഞ്ജു പറഞ്ഞു. റെനീഷ് പേരാമ്പ്ര എന്ന വ്യക്തിയാണ് പണപ്പിരിവ് നടത്താൻ പ്രേരിപ്പിച്ചതെന്ന് കരുതുന്നതായി തൃപ്പൂണിത്തുറ പോലീസും അറിയിച്ചു. എന്നാൽ ഇതേക്കുറിച്ചുള്ള പ്രതികരണത്തിനായി ശ്രമിച്ചെങ്കിലും റെനീഷ് ഫോൺ എടുത്തില്ല. കേസ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ക്യാമറാമാൻ ഉമ്മർ എടപ്പാളിനൊപ്പം സന്ധ്യ, മീഡിയ 1 കൊച്ചി.